നിങ്ങൾ ഒരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരാൾ പുറകിലോട്ട് നടന്നു പോകുന്നതായി നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നും? ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അയാൾക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ. എന്നാൽ ആ ഒരു വിചാരം പതുക്കെ ഒരു വശത്തേക്ക് മാറ്റിവെക്കുക. കാരണം ഇന്ന് പല ഗവേഷണങ്ങളും റിവീൽ ചെയ്യുന്നത് ഈ പുറകിലോട്ട് നടക്കുക എന്നത് ശരീരത്തിന്റെ ആരോഗ്യത്തിനും മനസ്സിന്റെ ആരോഗ്യത്തിനും അതുപോലെ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും വളരെ ഗുണകരമാണെന്നാണ്. 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇത് സർവ്വസാധാരണയായിരുന്നു. ഒട്ടുമിക്ക പേരുടെയും വിചിത്രകരമായ ഒരു ഹോബി കൂടിയായിരുന്നു ഇത്. കാരണം പണ്ടൊക്കെ 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇതൊരു മത്സര ഇനം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അധികവും ഇത് പരിശീലിക്കുമായിരുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ബാക്ക്വേർഡ് വാക്കിംഗ് അല്ലെങ്കിൽ റെട്രോ വാക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റെട്രോ വാക്കിംഗ് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അതുപോലെ ബ്രെയിനിനും വളരെ നല്ലതാണെന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെന്റൽ ഹെൽത്ത്. മനസ്സിന്റെ ആരോഗ്യത്തിന് ഇത് എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നോർമലി നമ്മൾ മുന്നോട്ടാണ് നടക്കുന്നത്. അവിടെ നമുക്കൊരു കോൺഷ്യസ് തോട്ട് വരില്ല. കാരണം ഇത് നമ്മുടെ റെഗുലർ ആക്ടിവിറ്റി ആണ്. നടക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട്, അത്തരത്തിൽ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ മൈൻഡിന് ഒരു എഫേർട്ടും വരുന്നില്ല. ഇവിടെ നിങ്ങൾ റെട്രോ വാക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒരു ചലഞ്ച് കൊടുക്കുകയാണ്, പരിചിതമല്ലാത്ത അൺഫെമിലിയർ ആയ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ റെട്രോ വാക്കിങ്ങിലെ ഓരോ സ്റ്റെപ്പും ഓരോ ചുവടും ശ്രദ്ധിച്ചായിരിക്കും നിങ്ങൾ വയ്ക്കുക. ഇത് നമ്മുടെ അവയർനെസ് കൂട്ടും, നിങ്ങളുടെ ബോഡി കോർഡിനേഷൻ, തിങ്കിങ് സ്കിൽ ഇതെല്ലാം സ്ട്രോങ് ആക്കും. നിങ്ങളുടെ മെമ്മറി പവർ, റിയാക്ഷൻ ടൈം, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഇതെല്ലാം ഷാർപ്പ് ആക്കുകയും ചെയ്യും. മറ്റൊരു തരത്തിൽ ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത അൺഫെമിലിയർ ആയ ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇനി വേറൊരു തരത്തിൽ ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്നത്, ഇത് നിങ്ങളുടെ ബോറടി മാറ്റും. നിങ്ങൾ പതിവായി ചെയ്യുന്ന ഒരു കാര്യം ബോർ തരുമെങ്കിൽ പുതിയൊരു കാര്യം, അതും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ബോറടി കുറയ്ക്കില്ലേ? അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് വർക്കൗട്ട് ആകുന്നത് ജിമ്മിലാണ്. ട്രെഡ്മില്ലിൽ പുറകിലോട്ട് നടക്കാൻ ശ്രമിച്ചാൽ എന്നും എപ്പോഴും മുന്നിലോട്ട് നടക്കുന്ന ആ ഒരു ബോറടി മാറി കിട്ടും. ഇനി ബോഡി ബെനിഫിറ്റ്സ്, ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫിസിയോതെറാപ്പിയിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ബാക്ക് പെയിൻ, ആർത്രൈറ്റിസ്, അതുപോലെ നീ ജോയിന്റ് പെയിൻ എന്നീ അവസ്ഥകളിൽ. ചില അത്ലറ്റുകളിൽ നടത്തിയ ഗവേഷണത്തിലൂടെ ഈ ബാക്ക്വേർഡ് വാക്കിംഗ് അവർക്കുണ്ടായിരുന്ന ബാക്ക് പെയിനിനെ ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടെത്തി. ഇതിന് കാരണം ഈ ബാക്ക്വേർഡ് വാക്കിംഗ് സ്പൈനിനെ സപ്പോർട്ട് ചെയ്ത് കാണുന്ന മസിലുകളെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ്. US-ലെ റിസർച്ചേഴ്സ് 20 വർഷത്തിന് മുകളിൽ നടത്തിയ പഠനത്തിൽ ഒരു ദിവസം 10 മുതൽ 15 മിനിറ്റ് റെട്രോ വാക്കിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ ഹാംസ്ട്രിങ് ഫ്ലെക്സിബിലിറ്റി കൂട്ടുമെന്നും കണ്ടെത്തി. ഇതുപോലെ കാലിൽ അധികം ഉപയോഗിക്കാത്ത ചില മസിലുകളെ ആക്ടിവേറ്റ് ചെയ്യാനും സ്ട്രോങ് ആക്കാനും ഈ റെട്രോ വാക്കിങ്ങിലൂടെ സാധിക്കും. ഇതുകൂടാതെ കൂടുതൽ കാലറി ബേൺ ചെയ്യും, ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, ബോൺ ആൻഡ് മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടും, മെറ്റബോളിസം ആൻഡ് എനർജി ലെവലും കൂട്ടും. ഇതെല്ലാം റെട്രോ വാക്കിങ്ങിലൂടെ ലഭിക്കുന്ന മറ്റു ഗുണങ്ങൾ. ഇത്തരത്തിൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ ആരും എടുത്തു ചാടി ട്രെഡ്മില്ലിൽ പോയി റെട്രോ വാക്കിംഗ് പ്രാക്ടീസ് ചെയ്യരുത്. അത് പരിക്കിന് വഴിവെക്കും. സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗൈഡിന്റെ സഹായത്തിൽ തുടങ്ങി കോൺഫിഡന്റ് ആയാൽ മാത്രം ഒറ്റയ്ക്ക് ട്രൈ ചെയ്താൽ മതിയാകും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ